സുഹൃത്തുക്കളെ നമസ്കാരം. ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളൊരു അടിപൊളി ഒരു വീട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് വീടുകൾ ചോദിക്കാറുണ്ട്, അപ്പാർട്ട്മെന്റ്, ഫ്ലാറ്റ്, വില്ല, ഗോഡൌൺ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ ഇടുന്നത്. അപ്പൊ ഇന്ന് മനോഹരമായിട്ടുള്ള ഒരു വീടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ലൊക്കേഷനൊക്കെ അറിയണമല്ലോ. ഇതുപോലുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ വിഷയത്തിലേക്ക് കിടക്കാം. ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ കങ്ങരപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കങ്ങരപ്പടി അറിയാലോ എല്ലാവർക്കും. കങ്ങരപ്പടി എന്ന് പറയുന്നത് കാക്കനാടായിട്ട് ഏറ്റവും അടുത്തെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ ഒന്നാണ്. അപ്പൊ കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്ന് വെറും 200 മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒരു അടിപൊളി ഒരു വീട്. ഈ കാണുന്ന വീടാണ്. എന്താ മനോഹരമായിട്ടുള്ള എലിവേഷൻ ആണ്. നല്ല ബോക്സി ടൈപ്പ് വീടാണ്. അപ്പൊ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അവിടേക്കുള്ള ഒരു ഇന്റേണൽ റോഡാണ് ഈ കാണുന്നത്. അത് ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. ഇതാണ് ടാറിട്ട റോഡ്. കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്ന് വെറും 200 മീറ്റർ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ എല്ലാവിധ ആരാധനാലയങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തുണ്ട്. അമ്പലമുണ്ട്, അതുപോലെ തന്നെ ചർച്ചുണ്ട്, പള്ളിയുണ്ട്, ജുമാ മസ്ജിദ് ഉണ്ട്, സ്കൂളുണ്ട്, കോളേജ് ഉണ്ട്, എല്ലാ സ്ഥാപനങ്ങളുണ്ട്. തൊട്ടടുത്ത് മെഡിക്കൽ കോളേജും ഉണ്ട്. നമുക്ക് ഏകദേശം 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആയി. അപ്പൊ ഇതാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത്. 2 ഗേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ കോമ്പൗണ്ട് വാളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. വി ബോർഡൊക്കെ വെച്ച് നമുക്ക് സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് 3 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 3 വണ്ടി പാർക്ക് ചെയ്യുക. ഈ ഗേറ്റും നമുക്ക് അവൈലബിൾ ആണ്. ഇതും സ്ലൈഡിംഗ് ഗേറ്റ് ആയിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പൊ വിശാലമായിട്ടുള്ള കാർ പോർച്ചാണ്. നല്ല കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് 5 സെന്റ് സ്ഥലം, അതുപോലെ തന്നെ 2240 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. 4 ബെഡ്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ആണ്. എല്ലാവിധ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഇൻഫോ പാർക്കിൽ നിന്നൊക്കെ അടുത്താണ്. അപ്പൊ നമുക്ക് ഇത് അകത്തെ കാഴ്ചകൾ തന്നെ നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് കണ്ട വാം ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ വി ബോർഡ് വെച്ച് സജ്ജീകരിച്ചിട്ടുള്ളതാണ്. അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കും. ഇത് ഇവിടെയായിട്ടാണ് ഒരു ചെറിയ പാസേജ് പോലെ ഒരു സിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുണ്ട്. മെയിൻ ഡോർ വരുന്നത് ഇതാണ്. മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ആഞ്ഞിലി, മഹാഗണി ഉൾപ്പെടുത്തിയിട്ടുള്ള മരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ്ടാ ലിവിംഗ് സ്പേസ്. നല്ല വിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസ് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഒരു TV യൂണിറ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഉദ്ദേശം ഉണ്ട് അതില്. അപ്പൊ ജനൽ പാളികളൊക്കെ കണ്ട, ജനല് നല്ല വിശാലമായിട്ടുള്ള വിൻഡോ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതില് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇത് ആഞ്ജലിയിലാണ് ചെയ്തിരിക്കുന്നത്. വാ, ഈ ഭാഗത്തേക്ക് വന്നാണ്ടല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ്. താഴെ 2 ബെഡ്റൂം ഉണ്ട്. ഇതൊരു പാഷ്യോ ആണ്. ഇത് ഈ വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല വെളിച്ചമൊക്കെ കിട്ടും. അതുപോലെ പ്ലാന്റ്സുകളൊക്കെ നട്ടിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത് കേട്ടോ. ഹിൻഡുവെയറിന്റെ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ട് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി മൾട്ടിവുഡ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നാനോ വൈറ്റ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു ഫ്രൈവ് വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെയായിട്ടാണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു ബ്രൗഷർ കൊടുത്തിട്ടുണ്ട്. അതാ ഇതാണ് കിച്ചൺ വരുന്നത്. അപ്പൊ ഇനി നമുക്കറിയാനുള്ളത് ഈ വർക്ക് ഏരിയ സ്പേസ് ആണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വർക്ക് ഏരിയ, വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ കേട്ടാ. കിച്ചൺ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അതും ഗ്രാനൈറ്റിൽ തന്നെയാണ്. ഇവിടെയും ഒരു ഈ വർക്ക് ഏരിയയിലും നമുക്കൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ബ്രൗഷർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാട്ടാ. ഇവിടെയായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമവുമില്ല. നല്ല തെളിഞ്ഞ ശുദ്ധമായ വെള്ളമാണ്. അപ്പൊ കുടിക്കാനൊക്കെ ഇതിൽ നിന്ന് ഉപയോഗിക്കാം. കൂടാതെ കോർപ്പറേഷൻ വാട്ടർ സൗകര്യം ഇതിന് അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇതൊരു കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണ് വരുന്നത്.
ഓട്ടേക്കൊന്ന്. ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറിയിട്ടുള്ളത്. മൊത്തം ഈ ഒരു മൊത്തം ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡില് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ സിസ്റ്റം എന്തെങ്കിലുമൊക്കെ വെച്ച് വർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആണ്. വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കോൺസെപ്റ്റിലുള്ള ബാത്റൂമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹിന്ദുവറിന്റെ ബാത്റൂം എക്സസറീസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഹിന്ദുവറിന്റെ ആണ്. അതുപോലെ തന്നെ ഇവിടെ വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം. ഇതൊരു ബെഡ്റൂം കേട്ടോ. ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആണ്. കൺസീൽഡ് ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് കിടക്കേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് ഇതിന്റെ പ്രൈസിലേക്ക് കിടക്കാം. ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനുള്ള സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് 3 ഫേസ് കണക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്, വിൻഡോ. അതുപോലെ ഹാൻഡ് റെയിൽ വേണ്ട, ഇതൊക്കെ മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ടഫ്ലന്റ് ഗ്ലാസ് നൽകിയിട്ടുണ്ട്. നല്ല മനോഹരമായി തന്നെ ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഈ വീട് സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെയായിട്ട് അപ്പർ ലിവിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 4 ബെഡ്റൂം വരുന്നുണ്ട്. ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. താഴെ നമ്മൾ കണ്ടില്ലേ, ആ ഒരു സ്പേസ് തന്നെ ഈ ബെഡ്റൂമിലും കിട്ടുന്നുണ്ട്. ഇതും അറ്റാച്ച്ഡ് ആണ്. താഴെ മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. കജാരിയൻ ടൈല് തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ മാറ്റ് ഫിനിഷ് ടൈലുകൾ, ഗ്ലോസി ടൈപ്പ് ടൈലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹിന്ദുവറിന്റെ ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്ക് തന്നെ കിടക്കാം. ഓപ്പൺ ഏരിയ ഉണ്ട്. അപ്പൊ 4 ബെഡ്റൂം നമ്മൾ കണ്ടല്ലോ. ഇതാണ് ഓപ്പൺ ടെറസ് ട്ടാ. നല്ല മനോഹരമായിട്ടുള്ള എലിവേഷനാണ്. നല്ല റെസിഡൻഷ്യൽ ഏരിയ. ഇവിടെ നിന്ന് മേലേക്ക് ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് 5 സെന്റ് സ്ഥലമുണ്ട്. 5 സെന്റ് സ്ഥലത്ത് 2240 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. 4 ബെഡ്റൂം വരുന്നുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും പോകാനുള്ള ആക്സസ് ഉണ്ട്. കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്ന് വെറും 200 മീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അതുപോലെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ 1,45 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ നിങ്ങളെങ്കിൽ താഴെ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പറിൽ വിളിക്കുക. നല്ലൊരു ഡീലിലേക്ക് വരാം. ഇനിയും പുതിയ വീഡിയോയുമായി നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം.